നമസ്തേ. ഇവരുടെയൊക്കെ നിരാശ എത്രത്തോളം ഉണ്ടെന്ന് എപ്പോഴും ആലോചിച്ചു നോക്കാറുണ്ട്. ഒരിക്കലും വീഴില്ല എന്ന് ഇവർ കരുതിയ ബംഗാളും വീണു. ബംഗാൾ ജനത ഇപ്പോൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും BJP സഖ്യം ഭരിക്കുന്നു. 72% ഇന്ത്യക്കാരും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ജീവിക്കുന്നത്. കേരളത്തിലടക്കം BJPക്ക് മികച്ച മുന്നേറ്റമുണ്ടാകുന്നു. കേരളത്തിൽ ഏകദേശം 25 ലക്ഷം വോട്ടും 3 സീറ്റും എന്നത് നിസ്സാര കാര്യമല്ല. ഇവരുടെ നിരാശ മുഴുവൻ തീർക്കുന്നത് സോഷ്യൽ മീഡിയയിലിരുന്ന് തെറിവിളിച്ചും വ്യാജപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുമാണ്. പക്ഷേ അതിലും അവർ ദയനീയമായി പരാജയപ്പെടുന്നു. ആഗോള പ്രതിസന്ധികൾക്കിടയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൗരന്മാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഇന്ധനവില വർധനവിന്റെ ആഘാതം കുറയ്ക്കാൻ പ്രതിദിനം 1600 മുതൽ 1700 കോടി രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് 73 ദിവസമായി എന്നോർക്കണം. യുദ്ധം മൂലം മേഖലയിൽ അധികം പരിക്കേൽക്കാതെ നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. പെട്രോൾ, ഡീസൽ വില പിടിച്ചു നിർത്താൻ ദിവസവും വിപണിയിലേക്ക് ഇത്രയും വലിയ തുക ഇറക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കും. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഇതുവരെ 3000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും പെട്രോൾ, ഡീസൽ വില കുത്തനെ ഉയർത്തി. എണ്ണ ഉൽപാദക രാജ്യമായിരുന്ന UAE-യിൽ 70% വരെയാണ് പെട്രോൾ, ഡീസൽ വില ഉയർത്തിയിരിക്കുന്നത്. സംഘർഷം മൂലം എണ്ണ വിതരണം തടസ്സപ്പെടുകയും ആഗോളതലത്തിൽ വീണ്ടും വില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിദേശയാത്രകളും ആഡംബരത്തിന് വേണ്ടി സ്വർണം വാങ്ങിക്കൂട്ടുന്നതും ഒഴിവാക്കണമെന്നും സ്വദേശി ഉൽപ്പന്നങ്ങൾക്കും ആഭ്യന്തര വിനോദസഞ്ചാരത്തിനും മുൻഗണന നൽകണമെന്നും പെട്രോൾ, ഡീസൽ ഉപയോഗം കുറയ്ക്കണമെന്നും സാധ്യമാകുന്നിടത്തെല്ലാം മെട്രോ സേവനങ്ങളും ബസ്സുകളും മറ്റു പൊതുഗതാഗത മാർഗങ്ങളും ഉപയോഗിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ധനം ലാഭിക്കാനും ചെലവ് ചുരുക്കാനും വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ മീറ്റിംഗുകൾ, വിർച്വൽ കോൺഫറൻസുകൾ എന്നിവ വീണ്ടും നടപ്പിലാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു. രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം പരിക്കില്ലാതെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതുണ്ട്. നിലവിൽ നമുക്ക് $690.69 ബില്യന്റെ വിദേശ നാണ്യ ശേഖരമുണ്ട്. ഇത് കണക്കിലെടുത്താണ് വിദേശ വിനോദയാത്രകളും വിദേശ വിവാഹ ആഘോഷങ്ങളും അത്യാവശ്യമില്ലാത്ത സ്വർണം വാങ്ങലും തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത്തരം ഇടപാടുകൾ കുറയ്ക്കുന്നത് പണം രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിർത്താനും രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. എണ്ണ, സ്വർണം എന്നിവയുടെ ഉയർന്ന ഇറക്കുമതി ചെലവ് കാരണം കഴിഞ്ഞ 10 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപ രാജ്യത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇന്ധന ഉപയോഗത്തിന് 10% കുറവുണ്ടായാൽ പോലും രാജ്യത്തിന് പ്രതിദിനം ഏകദേശം 160 കോടി രൂപ ലാഭിക്കാൻ കഴിയും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനാണ് പ്രധാനമന്ത്രി ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഇതല്ലാതെ ഒരു ഭരണാധികാരി എന്താണ് ജനങ്ങളോട് പറയേണ്ടത്? രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എന്നും രാജ്യ താൽപര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു വിഭാഗം പതിവ് പോലെ കുത്തിത്തിരിപ്പും വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട്. വിദേശയാത്രകൾ കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ യാത്ര ചെയ്യരുതെന്ന് മോദി പറഞ്ഞു എന്നാക്കി പ്രചരണം. എണ്ണ ഉൽപാദക രാജ്യമായ UAE-യിൽ പെട്രോൾ, ഡീസൽ വില വർധനവ് 70% വരെ എന്ന വാർത്ത കേൾക്കുമ്പോൾ UAE എന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തകർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭരണാധികാരികൾ നടത്തിയ വില വർധനവ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കും. ചൈനയിലെ പെട്രോൾ വിലയിൽ 27% വർധനവ് എന്ന വാർത്ത കണ്ടാലോ അതിലും മുട്ടിലിഴഞ്ഞ് ന്യായീകരിക്കും. അതേസമയം ആവശ്യമുള്ളതിന്റെ 85% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പെട്രോൾ, ഡീസൽ വില വർധനവ് നടത്തിയാലോ അത് മോദിയുടെ പിടിപ്പുകേട്. നമ്മൾ 73 ദിവസമായി പിടിച്ചു നിൽക്കുന്നു. ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ഉയരുകയാണ്. ഇന്ത്യയിലും വില കൂടുക തന്നെ ചെയ്യും. 1991-ലെ ഗൾഫ് യുദ്ധ സമയത്ത് ഇന്ത്യയിൽ വിലക്കയറ്റം 17% വരെ ആയിരുന്നു. വിദേശ നാണ്യശേഖരം വെറും ഒരാഴ്ചത്തേക്ക് മാത്രമായിരുന്നു. അന്ന് സ്വർണം കൊണ്ട് വിദേശത്ത് പണയം വെച്ചാണ് നമ്മൾ പിടിച്ചു നിന്നത്. അന്നത്തെ ഇന്ത്യ അല്ല ഇന്ന്. നമുക്കിപ്പോൾ 11 മാസത്തെ ഇറക്കുമതിക്ക് ആവശ്യമായ വിദേശ നാണ്യ ശേഖരമുണ്ട്. ഇപ്പോഴും രാജ്യത്തെ വിലക്കയറ്റം 4% മാത്രമാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു. ജനങ്ങൾ കൂടി സഹകരിച്ചാൽ നമുക്ക് ഈ പ്രതിസന്ധിയും വലിയ പരിക്കില്ലാതെ മറികടക്കാം. കുത്തിത്തിരിപ്പുകാർ ഇത്രയും ഓർത്താൽ മതി. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ളവർ ഗ്യാസ് സബ്സിഡി ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി ഒരു ആഹ്വാനം 2015 നടത്തി. അത് ഉൾക്കൊണ്ട് 1 കോടിയിലധികം ഇന്ത്യക്കാരാണ് ഗ്യാസ് സബ്സിഡി സ്വമേധയാ ഉപേക്ഷിച്ചത്.
ഇന്ത്യക്കാർക്ക് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന്റെ ആഹ്വാനം കൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ ചെറിയ കുറവുണ്ടായി. മോദി പറഞ്ഞാൽ ജനം കേൾക്കുമെന്നത് കൊണ്ട് തന്നെയാണ് ജുവലറി സ്റ്റോക്കുകളിൽ വലിയ തകർച്ചയുണ്ടായത്. വാണിജ്യ ഗ്യാസ് വില വർധനവിന്റെ പേരിൽ കച്ചവടക്കാർ മോദിയെ തെറിപറയും എന്നോർത്ത് ഡൽഹിയിൽ ലൈവ് റിപ്പോർട്ടറിന് നടത്തിയ മാപ്രകളുടെ അനുഭവം കണ്ടില്ലേ? കച്ചവടക്കാരൻ മാപ്രയോട് പറഞ്ഞു, യുദ്ധം നടക്കുന്നു, ഹോർമസ് അടഞ്ഞു കിടക്കുന്നു, അതുകൊണ്ടാണ് ഗ്യാസിന് വിലക്കയറ്റം. പ്രതിസന്ധിയുണ്ടെങ്കിലും ഇത് താൽക്കാലികം മാത്രമാണ്. ലൈവ് ആയതുകൊണ്ട് ഇറങ്ങി ഓടാനും മലയാളി മാപ്രയ്ക്ക് പറ്റിയില്ല. കൊത്തിത്തിരിപ്പുകാർക്കും മാപ്രകൾക്കും ചെയ്യാൻ പറ്റുന്നത് മോദിയുടെ അഭ്യർത്ഥന ആരും കേൾക്കരുതെന്ന് പറഞ്ഞ് നാടുനീളെ പ്രചരണം നടത്തുകയും പട്ടായി യാത്രയുടെ എണ്ണം കൂട്ടുകയും സ്വർണം വാങ്ങിക്കൂട്ടുകയുമാണ്. ഹിന്ദു രക്ഷാ